സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ മമ്മൂക്ക പുറത്തേക്ക് ഇറങ്ങിയ ഒരു ദിവസമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 7 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ മമ്മൂട്ടി ഇതാ വീണ്ടും മമ്മൂട്ടി എന്ന് പറയുന്നത് ശരിയല്ല, മമ്മൂക്ക ഇതാ വീണ്ടും തന്റെ സിനിമാ മേഖലയിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. അതിഗംഭീരമായിട്ടുള്ള ഒരു വരവെന്ന് തന്നെ ഇതിനെ പറയേണ്ടി വരും. കാരണം അദ്ദേഹത്തിന് നടക്കാൻ വയ്യ, ആരോഗ്യമില്ല, അത് ചെയ്യാൻ പറ്റില്ല, ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ഇദ്ദേഹത്തിട്ട് വധിച്ചൊരു വിധമാക്കുമായിരുന്നു. ആ സമയത്താണ് ഇദ്ദേഹം തൻ്റെ വാഹനം ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്തു വരുന്നത്. അദ്ദേഹം തന്നെയാണ് ഡ്രൈവ് ചെയ്യുന്നത്. അതൊരു തരത്തിലൊരു പറച്ചിൽ കൂടിയാണ്. നിങ്ങൾ കരുതി കൂട്ടിയത് ഒന്നുമല്ല മക്കളെ ഞാൻ. അതായത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ എന്തൊക്കെയാണോ പറയുന്നത് അതൊന്നുമല്ല, ഇതൊന്നുമല്ലാത്ത വേറൊരുത്തൻ ഇവിടെ ഉണ്ട്, അതാണ് ഞാൻ, നിങ്ങൾക്ക് എന്നെ മനസ്സിലായിട്ടില്ല എന്ന് പറയുന്ന രീതിയിലാണ് നമുക്ക് വരുന്നത്. കാരണം അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേറെ ആരെങ്കിലുമൊക്കെ ഡ്രൈവറായിട്ട് വെക്കായിരുന്നു. മനേഷ് നാരായണ സിനിമയുടെ സെക്കൻഡ് ഷെഡ്യൂള് അതിൻ്റെ ഒരു എന്താ പറയുക ഷൂട്ടിങ്ങിന് വേണ്ടി വരികയാണ്. അപ്പൊ അദ്ദേഹത്തിന് വേണമെങ്കിൽ വേറെ സംഗതി ഒരു ആളൊക്കെ വെച്ചിട്ട് അതിന്റെ സൈഡിൽ നിന്നിട്ട് ഹാപ്പി ആയിട്ട് പോകാം. ഈ ഒരു പ്രായത്തില് വളരെ സ്വാഭാവികമായിട്ടും നമ്മുടെ ആളുകളൊക്കെ നാട്ടുകാരൊക്കെ അതാണ് ചെയ്യുക. പക്ഷെ ഈ മനുഷ്യൻ പരിപൂർണ ആരോഗ്യവാനാണെന്ന് സോഷ്യൽ മീഡിയയിൽ മയക്കം പിടിച്ച് നടക്കുന്ന ആൾക്കാർക്ക് മുഴുവൻ തെളിയിക്കാൻ എന്നോണം ഈ ചെങ്ങാതി വന്നത് ഒറ്റയ്ക്ക് തൻ്റെ വാഹനം ഓടിച്ചിട്ടാണ്. അതിഗംഭീരമായിട്ടുള്ള എൻട്രി എന്ന് പറയേണ്ടി വരും. ഒപ്പം തന്നെ തൻ്റെ ആ ടൊയോട്ടോ എന്ന് പറയുന്ന ആ ഒരു വാഹനം 369 എന്ന് പറയുന്ന ആ ഒരു ബ്ലാക്ക് ടൊയോട്ടോയുടെ മുമ്പിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഫോട്ടോ പോസ്റ്റ് ചെയ്ത് തൊട്ട് മേലെ അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ബാക്ക് ടു ഡൂയിങ് വാട്ട് ഐ ലവ് മോസ്റ്റ് ഇൻ ലൈഫ് ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. ഞാൻ തിരിച്ചു വീണ്ടും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ വീണ്ടും വന്നിരിക്കുന്നു. കണ്ണപ്പൂ വേണോ? താങ്ക് യു, ടാറ്റാ. സോറി മക്കളെ, ഞാൻ വീഡിയോ എടുക്കുന്ന കാണാൻ വേണ്ടിയിട്ട് എൻ്റെ മോൻ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തോ ഞാനത് പറഞ്ഞ അവന് ബോറടിച്ചിട്ടുണ്ടായിരിക്കും. 3 വയസ്സാണ്. അപ്പോൾ അവൻ പോവാണ്, ടാറ്റ എന്നൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. എന്തായാലും വേർഡ്സ് ആർന്റ് ഇനഫ് ടു താങ്ക് എവറി വൺ ഹു ചെക്ക്ഡ് ഓൺ മീ ഡ്യൂറിങ് മൈ ആബ്സെൻസ്. എത്ര നന്ദി പറഞ്ഞാൽ തീരുമെന്ന് എനിക്കറിയില്ല, എത്ര നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇല്ലാതിരുന്ന സമയത്ത് എന്നെ പറ്റിയിട്ട് എൻ്റെ പ്രസൻസിനെ കുറിച്ച് ചെക്ക് ചെയ്തുകൊണ്ടേയിരുന്നവർക്ക് ഒരുപാട് നന്ദിയുണ്ട്. സമയമില്ല, ദ ക്യാമറ ഈസ് കോളിംഗ്. ക്യാമറ എന്നെ നോക്കി വിളിക്കുന്നു. ഒരുപക്ഷെ മമ്മൂക്കയെ കുറിച്ച് എഴുതാനുള്ളൊരു സംഗതി അതായിരിക്കും, ക്യാമറ എന്നെ വിളിക്കുന്നു. ഈ ചെങ്ങാതെ എഴുതി വെച്ച സംഗതിയാണ്, ദ ക്യാമറ ഈസ് കോളിംഗ്. ആരെങ്കിലും വിളിക്കുമ്പോഴല്ല നമ്മൾ തിരിഞ്ഞു നോക്കുക. മമ്മൂക്കയെ വിളിക്കുന്ന ക്യാമറയാണെന്നേ, അതിന് മുമ്പിൽ പോയി നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ക്യാമറ വിളിക്കുന്നു. ഞാൻ പോകട്ടെ, ഞാൻ അയ്യോ, അതിഗംഭീരമായിട്ടുള്ളൊരു വാക്ക് എന്ന് എനിക്ക് പറയാൻ കഴിയുള്ളൂ. എന്തായാലും അദ്ദേഹത്തെ എൻട്രി ഒന്ന് കണ്ടുനോക്കൂ. എന്തൊക്കെയാ ചോദ്യം ചോദിക്കുന്നുണ്ട്, അതിന് ഉത്തരം പറയുന്നില്ല കേട്ടോ. അദ്ദേഹം നടന്നു പോവാണ്. സുഹൃത്തുക്കളെ, ഇതാണ് മമ്മൂക്കയുടെ ഇപ്പോഴുണ്ടായ എൻട്രി. ഒരു അതിഗംഭീരം എന്ന് തന്നെ പറയാൻ കഴിയുള്ളൂ. കാരണം നമ്മുടെ മലയാളികൾ എത്രത്തോളം ഈ ഒരു മനുഷ്യന് വേണ്ടി വേവലാതിപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. ഇദ്ദേഹത്തിനൊരു അസുഖമാണെന്ന് അറിഞ്ഞപ്പോൾ എത്രത്തോളമാണ് വേവലാതിപ്പെട്ടത്. ഇദ്ദേഹം തിരിച്ച് സിനിമയിലേക്ക് എത്തുമോ, വീണ്ടും സിനിമ ചെയ്യാൻ കഴിയുമോ, അതിനുള്ള ആരോഗ്യം മമ്മൂക്കയ്ക്ക് ഉണ്ടാവുമോ എന്നൊക്കെ അപാരമായ സംശയങ്ങളായിരുന്നു. ആ സംശയങ്ങൾ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ട് തൻ്റെ ടൊയോട്ടോ വാഹനം ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് വീണ്ടും സിനിമ രംഗത്തേക്ക് വന്നിരുന്നു. മമ്മൂക്ക പറയുന്ന പോലെ സമയമില്ല, ക്യാമറ എന്നെ വിളിക്കുന്നു. ബൈ.